ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മല്ലു ടെക്കീസ്. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് അപ്ഡേഷൻ, വിൻഡോസ് ഓട്ടോമാറ്റിക് അപ്ഡേഷൻ എങ്ങനെ ഓഫ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് അപ്ഡേഷൻ കിടന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നെറ്റ് കണക്ഷൻ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ മൊബൈലിൽ നിന്നൊക്കെ കണക്ട് ചെയ്ത് ടെതർ ചെയ്താണ് മൊബൈലിൽ നിന്ന് ഇന്റർനെറ്റ് അതിലോട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നെറ്റ് തീർന്നു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, വിൻഡോസ് അപ്ഡേഷൻ ആയി കഴിഞ്ഞാൽ നമ്മളെ ഫോൺ അപ്ഡേഷൻ ചെയ്യുന്ന പോലും അല്ല. നമ്മളിപ്പോൾ വിൻഡോസ് പുതിയത് അപ്ഡേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സിസ്റ്റത്തിനകത്ത് എന്തെല്ലാം ഉണ്ടോ അത് മൊത്തം എറൈസ് ആയി പോകും. പുതിയൊരു ഇതായിട്ടായിരിക്കും വരുന്നത്. പിന്നെ ബാക്കിയുള്ള എന്ത് സാധനങ്ങളായിരുന്നാലും നമ്മൾ ഒന്നേന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഓരോന്ന് ഉപയോഗിക്കണമെങ്കിൽ പിന്നെ ഒന്നേന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അത് മാത്രമല്ല, അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റകളും കാര്യങ്ങളും കംപ്ലീറ്റ് പോകും. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ നിങ്ങൾക്ക് അത് ഓപ്പൺ ആക്കുമ്പോൾ ഇതാ താഴെ ഇവിടെ ടൈപ്പ് സെർച്ച് എന്നുള്ളൊരു ഇതാണ്. അതിനകത്ത് നമ്മൾ റൺ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. റൺ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ റൺ ആപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അവിടെ താണ്ട് ഇവിടെ ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത് നോക്കിയതാണ് services.msc എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയി വരും. ഇതിനകത്ത് നമുക്കിവിടെ വിൻഡോസ് ഓട്ടോ അപ്ഡേറ്റ് എന്ന ഒരു ഇത് കാണാൻ സാധിക്കും. താഴേക്ക് പോകുമ്പോഴത്തേക്ക് വിൻഡോസ് അപ്ഡേറ്റ്, ഇവിടെ വിൻഡോസ് അപ്ഡേറ്റ് എന്നുള്ളത് കാണാൻ സാധിക്കും. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യും. പ്രോപ്പർട്ടീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ സ്റ്റാർട്ടപ്പ് ടൈപ്പ് മാനുവൽ എന്ന് കൊടുത്തിരിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡിസേബിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഡിസേബിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും വിൻഡോസ് അപ്ഡേറ്റ് എനേബിൾ ഡിസേബിൾഡ് എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ മതി. താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.